നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇയർ എൻഡിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിവിഷൻ ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 2023 വീണ്ടും സജീവമായ കൊളംബിയയിലെ അഗ്നിപർവ്വതം ഏതാണ്? കൊളംബിയയിലാണ് പറയുന്നത്. 2023 വീണ്ടും സജീവമായ കൊളംബിയയിലെ അഗ്നിപർവ്വതം ഏതാണ്? നെവാഡോ ഡെൽ റൂയിസ്. നെവാഡോ ഡെൽ റൂയിസ്. അപ്പൊ പഠിക്കുക, 2023 വീണ്ടും സജീവമായിട്ടുള്ള കൊളംബിയയിലെ അഗ്നിപർവ്വതം ഏതാണ്? നെവാഡോ ഡെൽ റൂയിസ്. ഓക്കെ, 2023 വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം, വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ്. മലേഷ്യ. അപ്പൊ 2023 കാര്യമാണ് നമ്മൾ 2023 ഇയർ എൻഡർ ആണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പൊ 2023 വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? മലേഷ്യ. അപ്പൊ എന്താണ്? കൊളംബിയയിലെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? നൊവാഡോ ഡെൽ റൂയിസ്. അപ്പൊ നൊവാഡോ ഡെൽ റൂയിസ് ഏത് രാജ്യത്തെ അഗ്നിപർവ്വതമാണ്? കൊളംബിയ. ഓക്കെ അല്ലേ? വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? അത് മലേഷ്യ. ഓക്കെ, അടുത്ത എന്താണ്? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഡയലോഗ് പാർട്ട്ണറായ രാജ്യം ഏതാണ്? പാർട്ട്ണറായ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷനിൽ ഡയലോഗ് പാർട്ട്ണറായ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഓക്കെ, 2023 ഫോബ്സ് പുറത്തുവിട്ട ആരാണ്? ഫോബ്സ് പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ ആരാണ്? ബെർണാഡ് അർണോൾട്ട്. നമുക്കറിയാം, വ്യവസായിയാണ് അല്ലെ? ബെർണാഡ് അർണോൾട്ട് ആണ് ഏറ്റവും സമ്പന്നൻ. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഇലോൺ മസ്ക്. ടെസ്ലയുടെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് രണ്ടാം സ്ഥാനത്തും ജെഫ് ബെസോസ് മൂന്നാം സ്ഥാനത്ത്, ആമസോണിന്റെ ജെഫ് ബെസോസ് മൂന്നാം സ്ഥാനത്തോട്ടും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? 2023 ഫോബ്സ് പുറത്തിറക്കിയ പട്ടിക പ്രകാരം ഏറ്റവും സമ്പന്നരാരാണ് ഇപ്പം? ബെർണാഡ് അർണോൾഡ്. ആരാണ്? ബെർണാഡ് അർണോൾഡ്. പഠിച്ചല്ലോ. ഇലോൺ മസ്ക് രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനത്ത് ആരാണ്? ജെഫ് ബെസോസ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊളംബിയയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? നെവാഡോ ഡെൽ റൂയിസ്. നെവാഡോ ഡെൽ റൂയിസ്. പഠിച്ചല്ലോ. അടുത്ത വധശിക്ഷ നിർത്തലാക്കിയ രാജ്യം ഏതായിരുന്നു? മലേഷ്യ. അടുത്ത ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഡയലോഗ് പാർട്ട്ണറായ രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. അടുത്ത എന്താ പഠിച്ചത്? ഫോബ്സ് പട്ടിക പ്രകാരം ഏറ്റവും സമ്പന്നൻ ആരാണ്? ബെർണാഡ് അർണോൾഡ്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഉപഭോക്താക്കളുമായിട്ടുള്ള സംഭാഷണത്തിലെ സ്വകാര്യതാ ലംഘനം, ഓൺലൈൻ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് ഏത് യൂറോപ്യൻ രാജ്യമാണ് ChatGPT നിരോധിച്ചത്? അപ്പൊ ChatGPT നിരോധിച്ച രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇറ്റലിയാണ്. ഇറ്റലിയാണ്. അപ്പം എന്തുകൊണ്ടാണ് നിരോധിച്ചത്? സ്വകാര്യതാ ലംഘനം. സ്വകാര്യതാ ലംഘനം, ഓൺലൈൻ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയത് കണ്ടെത്തിയത് കൊണ്ട് ഇറ്റലി എന്ത് ചെയ്തു? ഇറ്റലി ChatGPTയെ നിരോധിച്ചു. ഓക്കെ, എത്ര പേരെയാണ് നാസയുടെ ആർടെമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്നത്? എത്ര പേരെയാണ് നാസയുടെ ആർടെമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന എത്ര പേരെയാണ്? 4 പേരെയാണ്. 3 അമേരിക്കൻ പൗരനും 1 കാനഡക്കാരനുമാണ് ഈ സംഘത്തിലുള്ളത്. ഒരു കാനഡക്കാരനും 3 അമേരിക്കൻ പൗരന്മാരുമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ എന്താണ്? ആർടെമിസ് ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആളുകളുടെ എണ്ണം 4. 3 അമേരിക്കക്കാരും 1 കാനഡക്കാരനും. ഓക്കെ, അടുത്ത എന്താണ്? ആർട്ടിമസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ്? ഈ പറഞ്ഞ 4 പേരിൽ ഒരാൾ എന്താണ്? ആഫ്രോ അമേരിക്കൻ വംശജനാണ്. അത് ആരാണ്? വിക്ടർ ഗ്ലോവർ. വിക്ടർ ഗ്ലോവർ ആണ്. ആദ്യമായാണ് ആഫ്രോ അമേരിക്കൻ വംശജൻ ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അപ്പം ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ് ചോദിച്ചാൽ ആരാണ്? വിക്ടർ
ഗ്ലോവർ. എന്താണ്? വിക്ടർ ഗ്ലോവർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം. എന്താണ്? ഉപഭോക്താക്കളുടെ സംഭാഷണത്തിലെ സ്വകാര്യതാ ലംഘനം, പിന്നെന്താണ്? പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് ഏത് യൂറോപ്യൻ രാജ്യമാണ് ChatGPT നിരോധിച്ചത്? ഏതാണ്? ഇറ്റലിയാണ്. പഠിച്ചല്ലോ, ഏതാണ്? ഇറ്റലി. അടുത്ത എന്താണ്? നമ്മുടെ ആർട്ടിമസ് ദൗത്യം. ആരുടെയാണ് ആർട്ടിമസ്? നാസയുടെയാണ്. നാസയുടെ ആർട്ടിമസ് ദൗത്യത്തില് അതെന്ത് ദൗത്യമാണ്? ചന്ദ്രനിലേക്ക് ആൾക്കാരെ അയക്കുന്ന ദൗത്യമാണ്. അപ്പൊ ആ ചന്ദ്ര ദൗത്യത്തില് എത്ര ആളുകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? എത്ര പേരെയാണ്? 4 പേര്. അതിൽ എത്ര അമേരിക്കക്കാര്? 3 അമേരിക്കക്കാര്, ഒരു കാനഡക്കാരൻ. ഓക്കെ. ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ട ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ്? വിക്ടർ ഗ്ലോവർ ആണ്. ആരാണ്? വിക്ടർ ഗ്ലോവർ. ആദ്യമായിട്ടാണ് എന്താണ് ഒരു ആഫ്രോ അമേരിക്കൻ വംശജൻ ഇങ്ങനെ ഒരു ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അപ്പൊ ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ്? വിക്ടർ ഗ്ലോവർ ആണ്. ഏതാണ് ദൗത്യം? ആർട്ടിമസ് ദൗത്യം. ഓക്കെ അല്ലേ? അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത നോക്കാം. ആർട്ടിമസ് ദൗത്യത്തിന് അംഗമായ ഏക വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ആരാണ്? ക്രിസ്റ്റീന കോച്ച്. നമ്മുടെ ആർട്ടിമസ് ദൗത്യത്തിന്റെ ഭാഗമായ ഏക വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യ വനിതയാണ് ആര്? ക്രിസ്റ്റീന കോച്ച്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത, ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി എന്ന റെക്കോർഡുള്ള വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് പോയിന്റ്? ആർട്ടിമസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട വനിത, ഏക വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ആർട്ടിമസ് ദൗത്യത്തിൽ ഉൾപ്പെട്ട ഏക വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. എന്താണ് പ്രത്യേകത? ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത്. പിന്നെന്താ പഠിച്ചത്? ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡ് ആർക്കാ ഉള്ളത്? അത് ക്രിസ്റ്റീന കോച്ചിനാണുള്ളത്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന റെക്കോർഡുള്ള വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. പഠിച്ചല്ലോ. അടുത്ത എന്താണ്? വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവർക്ക് പുറമെ ആർട്ടിമസ് ദൗത്യത്തിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? റീഡ് വൈസ്മൻ. ആരാണ്? റീഡ് വൈസ്മനും ജെറമിൻ ഹാൻസൺ. ആരാണ്? റീഡ് വൈസ്മനും ജെറമിൻ ഹാൻസനുമാണ് കൂടെയുള്ള മറ്റ് 2 അംഗങ്ങൾ. ഓക്കെ. അടുത്ത കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ആർട്ടിമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് ജെറാമിൻ ഹാൻസൺ ആണ്. ആരാണ്? കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന്. നമ്മൾ പറഞ്ഞു ഒരു കാനഡക്കാരനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ആർട്ടിമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ജെറാമിൻ ഹാൻസൺ ആണ്. അപ്പൊ നമുക്ക് ആർട്ടിമിസ് ദൗത്യം നമുക്ക് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെയാണ്? ആരുടെയാണ് ആർട്ടിമിസ് ദൗത്യം? ആരുടെയാണ്? നാസയുടെയാണ്. എന്തിനുള്ള ദൗത്യമാണ്? ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്ന ദൗത്യമാണ് ആർട്ടിമിസ്. ഇതിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 4 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എത്ര പേരുണ്ട്? 3 അമേരിക്കക്കാരും ഒരു കാനഡക്കാരനുമാണ് ഉള്ളത്. അപ്പോൾ ഒരു കാനഡക്കാരൻ ആരാണ്? ജെറാമിൻ ഹാൻസൺ. ആരാണ്? കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ആർട്ടിമസ് ദൗത്യത്തിൽ പങ്കെടുത്തത് ആരാണ്? ജെറാമിൻ ഹാൻസൺ ആണ്. അടുത്ത എന്താണ്? ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ട ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ്? വിക്ടർ ഗ്ലോവർ. ആരാണ്? വിക്ടർ ഗ്ലോവർ. പഠിച്ചല്ലോ. അടുത്ത എന്താണ്? ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ആരെന്ന് പറയുന്നത്? വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്നത്. അടുത്ത ഏക വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ആർട്ടിമിസ് ദൗത്യത്തിൽ അംഗമാകുന്ന ഏക വനിത ക്രിസ്റ്റീന കോച്ച്. ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് പോയി വന്ന വനിത എന്ന റെക്കോർഡുള്ള വനിതയാണ് ആര്? ക്രിസ്റ്റീന കോച്ച്. അടുത്ത ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. പഠിച്ചു വെച്ചേക്ക. ഈ വിക്ടർ ഗോളിവർ, ക്രിസ്റ്റീന കോച്ച് ഇവർക്ക് പുറമെ ആരൊക്കെ പോകുന്നുണ്ട്? റീഡ് വൈസ്മാനും ജെറാമിൻ ഹാൻസനും പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചേക്ക. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഈയിടെ അന്തരിച്ച ഓസ്കാർ ജേതാവ് റിയൂച്ചി സഖാമെത. എന്താണ്? റിയൂച്ചി സഖാമെതോ ഏത് രാജ്യക്കാരനാണ്? ഈയിടെ അന്തരിച്ച ഓസ്കാർ ജേതാവ് റിയൂച്ചി സഖാമോതോ ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? ജപ്പാനാണ്. റിയൂച്ചി സഖാമോതോ. ഏതാണ്? റിയൂച്ചി സഖാമോതോ. പഠിച്ചു വെച്ചോ. റിയൂച്ചി സഖാമോതോ. ഓക്കെ. അപ്പൊ റിയൂച്ചി സഖാമോതോ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ജപ്പാനാണ്. ഈയിടെ അന്തരിച്ച ഓസ്കാർ ജേതാവാണ് റിയൂച്ചി സഖാമോതോ.
ഏത് രാജ്യമാണ്? ജപ്പാൻ. കിട്ടിയല്ലോ. അടുത്ത ഇന്ത്യ നിർമ്മിച്ച ബുസി പാലം. ഇന്ത്യ നിർമ്മിച്ച ബുസി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മൊസാംബിക്ക്. ഏതാണ്? മൊസാംബിക്ക്. അപ്പൊ ഇന്ത്യ നിർമ്മിച്ച ബുസി പാലം ഏത് രാജ്യത്താണ്? മൊസാംബിക്കിലാണ്. റിയിച്ചി സക്കാമോട്ടോ ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻകാരനാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ് ആണ്. ഓക്കെ, സ്റ്റാർഷിപ്പ് വികസിപ്പിച്ച അപ്പൊ ആരാണ്? സ്പേസ് എക്സ് ആണ്. ആരാണ്? സ്പേസ് എക്സ് ആണ് വികസിപ്പിച്ചത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. ഏതാണ്? സ്റ്റാർഷിപ്പ്. സ്റ്റാർ വരയ്ക്കുന്ന എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ, ഒരു എക്സ് പോലെ ഇരിക്കുമല്ലേ സ്റ്റാർ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സ്റ്റാർഷിപ്പാണ് ഏറ്റവും കരുത്തുറ്റുള്ളത്. അപ്പൊ ആരാണ് വികസിപ്പിച്ചത്? എക്സ് കണക്കിരിക്കുമ്പം ഏതാണ്? സ്പേസ് എക്സ് ആണ് വികസിപ്പിച്ചത്. അടുത്ത മുത്തയ്യ മുരളീധരന്റെ ജീവിതം പ്രമേയമായ 800 എന്ന ചലച്ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായിട്ട് വേഷമിടുന്നത് ആരാണ്? മധുർ മിത്തൽ. ആരാണ്? മധുർ മിത്തൽ ആണ് വേഷമിടുന്നത്. മുത്തയ്യ മുരളീധരന്റെ ജീവിതം പ്രമേയമാക്കിയ ചിത്രം ഏതാണ്? 800. ഏതാണ്? 800. ഈ ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായിട്ട് വേഷമിട്ടത് ആരാണ്? മധുർ മിത്തൽ. ഓക്കെ അല്ലേ? മധുർ മിത്തൽ. അപ്പൊ നമുക്ക് ഇത്രയും ഒന്ന് നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇത്രയും നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് റിയുച്ചി സക്കാമോട്ടോ. ആരാണ് റിയുച്ചി സക്കാമോട്ടോ? നമ്മുടെ ഓസ്കാർ ജേതാവാണ്. ഓസ്കാർ ജേതാവാണ്. ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻകാരനാണ്. ഓക്കെ അല്ലേ? അടുത്ത എന്താ പറഞ്ഞത്? ബുസി പാലം. ബുസി പാലം ഇന്ത്യ എവിടെ നിർമ്മിച്ചതാണ്? മൊസാംബിക്കിൽ നിർമ്മിച്ചതാണ്. മൊസാംബിക്ക് ബുസി കിട്ടൂലേ? മൊസാംബിക്ക് ബുസി പാലം. ഓക്കെ, ഏത് രാജ്യമാണ് സഹായിച്ചത്? ഇന്ത്യയാണ് സഹായിച്ചത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്പേസ് ഷിപ്പ്. ഏതാണ്? സ്പേസ് ഷിപ്പാണ് നിർമ്മിക്കാൻ സഹായിച്ചത് ആരാണ്? അല്ലെങ്കിൽ വികസിപ്പിച്ച കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ്. അടുത്ത മുത്തയ്യ മുരളീധരന്റെ ജീവിതം പ്രമേയമാക്കിയ ചിത്രം ഏതാണ്? 800. അതിനകത്ത് മുത്തയ്യ മുരളീധരനായിട്ട് അഭിനയിക്കുന്ന ആരാണ്? മധുർ മിത്തലാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫാക്ട് നോക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ. എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഘാന. കുട്ടികളുടെ അടുത്ത് തിന്നാൻ പറയുന്നു, തിന്നുക. കാന, ഹിന്ദി വാക്ക് കാന എന്ന് പറഞ്ഞാൽ തിന്നുക അല്ലേ? അങ്ങനെ കണക്ട് ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ. ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച രാജ്യം, അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഘാന. ഏതാണ്? ഘാന. അടുത്ത 2023 അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും പൊതുജനാരോഗ്യ വിദഗ്ധനുമായിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ സഫറുള്ള ചൗധരി. അപ്പം 2023 അന്തരിച്ച ഡോക്ടർ സഫറുള്ള ചൗധരി ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? ബംഗ്ലാദേശിലെ വിമോചന പോരാളിയാണ് ആരെന്ന് പറയുന്നത്? സഫറുള്ള ചൗധരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ 31ാമത്തെ അംഗം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ 31ാമത്തെ അംഗം ആരാണ്? ഫിൻലാൻഡ് ആണ്. പഠിച്ചു വെച്ചേക്കാൻ. എന്താണ്? നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെ. 31ാമത്തെ അംഗം ആരാണ്? ഫിൻലാൻഡ്. നമ്മൾ നേരത്തെ ഫിൻലാൻഡ് പഠിച്ച എന്താണ്? നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആദ്യം വന്ന ഫസ്റ്റ് ആർക്കാണ്? ഫിൻലൻഡിനാണ്. ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീലങ്കയിലല്ലേ കുരങ്ങുള്ളത്? നമ്മൾ രാമന്റെ കഥ പഠിച്ചിട്ടില്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ശ്രീലങ്കയിൽ നിന്ന് ആ കുരങ്ങുകളെ എങ്ങോട്ട് കയറ്റിവിടുന്നു? ചൈനയിലേക്ക് കയറ്റിവിടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്ര ഒന്നുകൂടെ പറയാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഘാനയാണ്. ഇനി ബംഗ്ലാദേശ് വിമോചന പോരാളി അടുത്തിടെ അന്തരിച്ചു. അതാരാണ്? സഫറുള്ള ചൗധരി. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ 31ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലൻഡ്. ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. അടുത്തത് വ്യാഴത്തിലേക്കും അതിൻ്റെ തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങളിലേക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ദൗത്യം ഏതാണ്? ജ്യൂസ്. ജ്യൂസിന് നല്ല തണുപ്പല്ലേ? ജ്യൂസിന് നല്ല തണുപ്പാണെന്ന് ആലോചിക്കുക. വ്യാഴാഴ്ച കുടിക്കുന്ന ജ്യൂസിന് നല്ല തണുപ്പാണ്. അപ്പൊ എന്താണ്? വ്യാഴത്തിലേക്ക് അതിൻ്റെ തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങളിലേക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന
ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ്. ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ. എന്താണ്? ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ജ്യൂസ്. അപ്പൊ എന്താണ്? ജ്യൂസ്. ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ. കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ ചുരുക്കപ്പേരാണ് ഈ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ജ്യൂസ് എന്ന് പറയുന്ന ദൗത്യം ഏത് ഗ്രഹത്തിലേക്കാണ്? വ്യാഴത്തിലേക്കാണ്. ഓക്കെ, ഇനി അടുത്തത് 2023 കാൻ ചലച്ചിത്ര ഉത്സവത്തിലെ മിഡ് നൈറ്റ് സ്ക്രീനിംഗ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ചിത്രം ഏതാണ്? കെന്നഡി. കെന്നഡി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി അയക്കുന്ന ദൗത്യം ഏതാണ്? ജ്യൂസ് ആണ്. ജ്യൂസിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞത്? ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ. ഓക്കെ അല്ലേ? അപ്പൊ കാൻ ചലച്ചിത്രോത്സവത്തില് മിഡ് നൈറ്റ് സ്ക്രീനിംഗ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ ചിത്രം ഏതാണ്? കെന്നഡിയാണ്. ഇനി നാറ്റോയിൽ അംഗമാവുന്ന 31ാമത്തെ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റിവിട്ട രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. അടുത്ത എന്താണ്? ബംഗ്ലാദേശിന്റെ വിമോചന പോരാളി അടുത്തിടെ അന്തരിച്ചു. ആരാണ്? സഫറുള്ള ചൗധരിയാണ്. അടുത്ത എന്താ പറഞ്ഞത്? കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓക്സ്ഫോർഡ് മലേറിയ വാക്സിൻ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഘാനയാണ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ മുത്തയ്യ മുരളീധരനെ ആസ്പദമാക്കി, അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. 800 എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. നമ്മുടെ മുത്തയ്യ മുരളീധരന്റെ വേഷം ഇട്ടതാരാണ്? മധുർ മിത്തലാണ്. അടുത്ത എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ് ആണ്. സ്റ്റാർഷിപ്പ് നിർമ്മിച്ച കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ്. ഓക്കെ, അടുത്ത ബുസി പാലത്തെ പറ്റി പറഞ്ഞു. ബുസി പാലം ഏത് രാജ്യത്താണ്? മൊസാംബിക്കിലാണ്. മൊസാംബിക്കിൽ ആര് നിർമ്മിച്ച പാലമാണ്? ഇന്ത്യ നിർമ്മിച്ച പാലമാണ്. അടുത്ത റിയൂച്ചി സഖാമൊതോ ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻകാരനാണ്. എന്താണ് പ്രത്യേകത? ഓസ്കാർ ജേതാവായിരുന്നു, അടുത്തിടെ അന്തരിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് തന്നെ പഠിക്കുക.